താണ്ട നോക്ക്, ആൾക്കാർ മൊത്തം അവരുടെ കാറും വണ്ടിയൊക്കെ ക്യാമ്പർ വാനുകളാക്കി ഓൾ ഇന്ത്യ ടൂർ എന്ന് പറഞ്ഞ് എൻജോയ് ചെയ്യുക. നിങ്ങൾ മാത്രം എന്താ എന്നെ എങ്ങും കൊണ്ടുപോവാത്തേ? ഓൾ ഇന്ത്യ ട്രിപ്പ് കൊണ്ടുപോവാൻ പറ്റിയ സാധനമാണ് നീ. എന്റെ പൊന്നെ, അതെന്തൊരു സംസാരമാണോ? എനിക്ക് എന്തോ പ്രശ്നം, നിങ്ങൾ പറ. ഓൾ ഇന്ത്യ ട്രിപ്പും ക്യാമ്പർ വാൻ ലൈഫ് എന്നൊക്കെ പറയുന്നതേ, വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 10, 40, 50 ചിലപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞായിരിക്കും അവർ തിരിച്ച് വീട്ടിൽ വരുന്നത്. നിന്നെ കൊണ്ട് പോയുള്ള അവസ്ഥ എന്തുമായിരിക്കും? നിന്നെ കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിയുമ്പോൾ നീ എന്തുമായിരിക്കും പറയുന്നത്? എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് വീട്ടിൽ പോകണം. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ എനിക്ക് അമ്മയെ കാണാൻ പോകണം, എനിക്ക് അമ്മയെ കാണാൻ പോകണം. അത് നിന്നെ വിളിച്ചോണ്ട് ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് പോയുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. അത് പിന്നെ എങ്ങനെ സഹിക്കാന്ന് വെച്ചു. വണ്ടി കയറി 5 മിനിറ്റ് കഴിയുമ്പോൾ ഛർദ്ദിക്കുന്ന നിന്നെ കൊണ്ട് ഞാൻ എങ്ങനെ പോകുമോ ഓൾ ഇന്ത്യ ട്രിപ്പ്? അതും പോട്ട്, ഈ കിടന്ന് വഴക്കുണ്ടാക്കുന്നത് നീയും ഞാനും അറിഞ്ഞാൽ പോരെ, അല്ലെ ഈ അയൽവക്കക്കാരും അറിഞ്ഞാൽ പോരെ? ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ച് നാട്ടിലെ ഇന്ത്യയിലെ മൊത്തം ആൾക്കാരെ അറിയിക്കണോ ഞാനും നീയും തമ്മിൽ അടിയാന്നുള്ളത്? അയ്യോ, ഓൾ ഇന്ത്യ ട്രിപ്പ് ബുക്ക് എടുത്തോണ്ട് പോകാൻ പറ്റിയ ഒരു സാധനം. ഓ, ഇതൊക്കെയാണല്ല കാരണം, അല്ലാതെ നിങ്ങളുടെ പൈസ ഇല്ലാഞ്ഞിട്ടാന്ന് പറയരുത് കേട്ടോ. അതും ഒരു കാരണമാണ്, എന്നാലും കുഴപ്പമില്ല. ഒറ്റ മൈൻഡ്, മൂന്നാർ പോകാൻ റെഡിയാവും ഇപ്പ. ഒറ്റ മൈൻഡ്. അയ്യോ, മൂന്നാറോ? അവിടെ വേണ്ട, ഇപ്പൊ ഭയങ്കര തണുപ്പാ, എനിക്ക് ശ്വാസം മുട്ടും. വേറെ ഏതെങ്കിലും സ്ഥലം പറ, നമുക്ക് അവിടെ പോവാം. എന്നാ മൂന്നാർ വേണ്ട, നമുക്ക് ബീച്ചിൽ പോവാം. റെഡിയാവും ഇപ്പ, ഒറ്റ മൈൻഡ്. പിന്നെ ഇവിടെ മനുഷ്യൻ ബീച്ച് കാണാതിരിക്കുവല്ലയോ? അല്ലേ തന്നെ അവിടെ എന്തോ ഇരിക്കും ഇത്ര കാണാനേ? വേറെ ഏതെങ്കിലും സ്ഥലം പറ അങ്ങോട്ട്. വേറെ സ്ഥലം എന്ന് പറയുമ്പം ഒരു കാര്യം ചെയ്യ്, ഒരു 1000 രൂപ തരാം, നീ ഓൺലൈനിൽ നിന്ന് വല്ല ഡ്രസ്സ് വാങ്ങി. എന്നാ പിന്നെ അത് മതി. അല്ലേ തന്നെ എന്തുവാ ഈ വാൻ ലൈഫ്, ഓൾ ഇന്ത്യ ട്രിപ്പും ഒക്കെ? നമ്മളെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സുഖം കിട്ടുമോ ഇതിന് വല്ലോ? അയ്യോ, വലിയൊരു അപകടമാണ് 1000 രൂപയിൽ ഒഴിവായത്.